നമസ്കാരം. ചിങ്ങമാസം ഏതാണ്ട് അവസാനിക്കാറായി. കന്നി തുടങ്ങുന്നു. കന്നിമാസത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. ഒന്നാമതായി അശ്വതി നോക്കാം. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനം ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പരിശീലനം ആരംഭിക്കും. ജലോദ്ഭവ ജല ആശ്രിത പ്രവർത്തികളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. രണ്ടാമത് നക്ഷത്രമായ ഭരണി. ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. സഹോദരങ്ങൾക്ക് കുറച്ച് അരിഷ്ടകാലമാണ്. അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ശത്രുതാ മനോഭാവത്തിൽ ആയിരുന്നവർ സൗഹൃദത്തിൽ എത്തിച്ചേരും. വിദ്യയും വിജ്ഞാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ഇനി മൂന്നാമത് നക്ഷത്രമായ കാർത്തിക പരിശോധിക്കാം. കൂടുതൽ പ്രവർത്തിച്ച് അല്പം അനുഭവ ഫലങ്ങൾ ഉണ്ടാകും. ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടി വരും. സാഹിത്യം, കല, കായികം, വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനവും ഉണ്ടാകും. ഉന്നതരുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങൾ ലഭ്യമാകും. നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുക തന്നെ ചെയ്യും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗ മാറ്റം ഉണ്ടാകും. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും. നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ആദരവും വിനയവും ഉള്ള സമീപനം മാർഗ തടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും. ഇനി നമുക്ക് മകയിരം നക്ഷത്രം പരിശോധിക്കാം. വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിമർശനങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകാനാണ് സാധ്യത. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നതും ഈ ഒരു സമയത്ത് അഭികാമ്യം അല്ല. എന്നാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനകളാൽ സാധിക്കും. തുടർന്നുള്ള തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം എന്നീ 5 നക്ഷത്രക്കാരുടെ കന്നിമാസ ഫലം അടുത്ത ദിവസം പറയാം. ശുഭദിനം.